ചെറിയൊരു ക്യാൻവാസിൽ ഓയിൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നമ്മൾ വലിയ ഫ്രെയിമൊന്നും ഉണ്ടാക്കി അത് ക്യാൻവാസ് വലിച്ചടിക്കുക അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലൊരു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു ബുക്കിൻ്റെ ക്യാൻവാസ് ബുക്കിൻ്റെ ഒരു പേജ് അടർത്തിയെടുത്ത് നമുക്കിങ്ങനെ ഇതിൽ ഹാർഡ് ബോർഡിലോ പ്ലൈവുഡിലോ ചുളുക്ക് വരാത്ത വിധം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കത് അതിൽ പെയിൻറ്റ് ചെയ്യാം. പിന്നെ ആവശ്യം കഴിയുമ്പോൾ നമുക്കത് അതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പേപ്പർ ഇതാണ്, 3M ഒരു പേപ്പർ സ്റ്റിക്കറാണ്. സാധാരണ ഞാൻ വരയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു വൈറ്റ് പേപ്പറിലേക്ക് കറക്റ്റ് അളവുകളൊക്കെ എടുത്ത് ഇതിൻ്റെ ഈ ഫേസ് വരച്ച് കണ്ണും മൂക്കും തമ്മിൽ ഡിസ്റ്റൻസ്, പിന്നെ ചുണ്ടും മൂക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ്, തടിയിലിൻ്റെ നീളം, തടിയിലിൻ്റെ വീതി, പിന്നെ ഫേസിൻ്റെ ചെരിവ്, തലയോട്ടിയുടെ ചെരിവ്, ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ എല്ലാം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പതുക്കെ പേപ്പറിൽ വരച്ചിട്ട് അതിൽ നിന്ന് പിന്നെ ഇതിലേക്ക് ക്യാൻവാസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണമെങ്കിൽ കാർബൺ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ സാധാരണ ജസ്റ്റ് അളവൊക്കെ എടുത്ത് രണ്ടാമത് ഇതിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത് നേരിട്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഒന്നുകിൽ കളവിട്ടൊക്കെ വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു രീതിയുണ്ട് കേട്ടോ. ഈ ചെറിയൊരു സ്കെയിലിന് വരയ്ക്കുക, ഒരു കളവിട്ടിട്ട് ആ കളത്തിൻ്റെ ഇരട്ടി വലുപ്പത്തിലേക്ക്, ഇരട്ടിയോ മൂന്നിരട്ടിയോ എത്ര വലുപ്പത്തിൽ വേണേൽ ആക്കി നമുക്ക് വലുതായിട്ട് വരയ്ക്കാവുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോസിൽ അതിനെക്കുറിച്ച് പഠിപ്പിച്ച് തരാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന ഇമേജ് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. എന്നാലും ഞാൻ ഏകദേശം ഒരു വലിയ തെറ്റില്ലാത്ത രീതിയിൽ ഇപ്പോൾ വരച്ചിട്ട് അത് ഇവിടെ ഈ വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് വേണം. അത് വലിയ 6B പെൻസിലൊന്നും യൂസ് ചെയ്യരുത്. ഒരു ഏറ്റവും ലൈറ്റായിട്ടുള്ള 2Bയോ ഏതെങ്കിലും HBയോ ഏതെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ള പെൻസിൽ വെച്ച് വളരെ സാവധാനം ക്യാൻവാസിലേക്ക് വരയ്ക്കുക. ക്യാൻവാസിൽ നമ്മൾ വരയ്ക്കുമ്പം കനത്തി വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കട്ടിയിൽ പെയിൻറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രം അത് മാഞ്ഞു പോകത്തുള്ളൂ. അല്ലെങ്കിൽ വരച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ പെൻസിലിൻ്റെ വര അതിന് മുകളിൽ തെളിഞ്ഞു വരും. പിന്നെ ഞാൻ റബ്ബറൊന്നും യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് റബ്ബറൊക്കെ യൂസ് ചെയ്യാം മായ്ക്കാനായിട്ട്. പിന്നെ ക്യാൻവാസിൽ വരച്ച് കഴിഞ്ഞാൽ റബ്ബർ വെച്ച് മായ്ച്ചു കഴിഞ്ഞാലും പോകത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി വെളി പേപ്പറിൽ വരച്ചിട്ട് കറക്റ്റാണ് തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിൻ്റെ ഇമേജ് ഞാൻ വരച്ചിട്ടുണ്ട്. എന്നാലും ചുണ്ടിൻ്റെ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, കണ്ണൊന്നും അത്ര കറക്റ്റായിട്ടില്ല. പിന്നെ ഓവറോള് ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇത് വരച്ചപ്പം എനിക്കൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ ശരിക്കുള്ള ഫോട്ടോ ഉണ്ടല്ലോ പെൺകുട്ടിയുടെ, അത് ഡെസ്ക്ടോപ്പിൽ വരുമ്പം വേറൊരു കളറും, ഞാൻ ടാബ് ഉണ്ടല്ലോ നമ്മുടെ, ആ ടാബിനകത്ത് വരുമ്പം അത് വേറൊരു കളറാണ് കാണിക്കുന്നത്. ഭയങ്കര കളർ ഡിഫറൻസ് ആയിരുന്നു. ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. ടാബിലെടുത്ത് കഴിഞ്ഞപ്പം ഈ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഒരു കളറൊന്നുമല്ല ടാബിനകത്ത് കാണിച്ചത്. അത് നല്ല തെളിഞ്ഞ് കുറച്ചുകൂടി എന്താ പറയണ്ടേ, കളറൊക്കെ ഗ്രീനൊക്കെ കൂടുതലായിട്ട്, ബാക്ക്ഗ്രൗണ്ട് ഗ്രീനൊക്കെ കൂടുതലായിട്ട് ആ സ്കിന്നിൻ്റെ കൂടെ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇത് വരാതെ ഇത് പിന്നെ നമ്മൾ വെറുതെ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണല്ലോ, പിന്നെ വെളിയിൽ കൊടുക്കാനുള്ള വർക്കൊന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. ഈ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രീൻ കളറും പിന്നെ അതിന് കുറച്ച് ടെക്സ്ചറും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് സംഭവം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഗ്രീനായിട്ട് കളർ മേടിച്ചിട്ടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു 3-4 കളർ മതി. അതെല്ലാം മിക്സ് ചെയ്ത് ഓയിൽ പെയിൻറ്റിങ്ങിനകത്തെ എല്ലാ കളറും, ഓയിൽ പെയിൻറ്റിങ്ങിനെന്നല്ല വാട്ടറോ ഏത് ഇതാകട്ടെ മീഡിയ നമുക്ക് ബേസിക് കളർ ഉപയോഗിച്ച് അതിൽ നിന്ന് എല്ലാ ടൈപ്പ് കളറും എല്ലാ ടോണിലുള്ള കളറും നമുക്ക് മിക്സ് ചെയ്തുണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഞാനിവിടെ ബ്ലൂവും
യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഗ്രീനാക്കി കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബേൺ ടെമ്പർ എന്ന് പറഞ്ഞ ഡാർക്ക് കളറുണ്ട്. ഇച്ചിരി ബ്ലാക്ക് ചേർന്നിട്ടുള്ളൊരു ബ്രൗണാണ്. ആ ഒരു കളർ കൂടി ഇതിൻ്റെ കൂടെ ഒരു മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ലിൻസീഡ് ഓയിൽ ചേർക്കാം. അത് പക്ഷെ ജസ്റ്റ് ബ്രഷ് ഓടാൻ വേണ്ടി മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. അധികം ലിൻസീഡ് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ക്യാൻവാസിൽ തന്നെ പറയണ്ടേ, ബ്രഷിൻ്റെ മാർക്ക് അതിന് കൂടുതൽ വീഴും, പിന്നെ ഉണങ്ങാനായിട്ട് താമസം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാക്സിമം അധികം ലിൻസീഡ് ഓയിൽ ചേർക്കാതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ പാലറ്റിൻ്റെ ചെറിയ നൈഫ്, അത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാലറ്റ് നൈഫാണ് കേട്ടോ. അതായത് ഇതിൻ്റെ തന്നെ ഒരു വേറെ രീതിയുണ്ടല്ലോ, പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ഓയിൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൈഫ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും ഞാനിത് ചെയ്യുന്നില്ല. ഇപ്പം അതുകൊണ്ട് ഇങ്ങനെ ഈ കളർ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ കഴിവതും ബ്രഷ് ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്യാതിരിക്കുക. ബ്രഷ് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ തന്നെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇത് നേരത്തെ കാണിച്ചല്ലോ ടർപ്പൻറ്റൈൻ, ആ ടർപ്പൻറ്റൈനകത്ത് മുക്കി നല്ലപോലെ കഴുകണം. ഇല്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പം ആ ബ്രഷ് അങ്ങ് ഹാർഡാകും. എന്ന് വെച്ചാൽ അതിൻ്റെ ആ മുകളിലേക്ക് ഇത് ഓയിൽ പെയിൻറ്റ് കയറിയിട്ട് അങ്ങ് അവിടെ ഇരുന്ന് കട്ടയാകും. വെറുതെ സാധാരണ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഒരു തുണി എന്തെങ്കിലും കോട്ടൺ തുണി എടുത്തിട്ട് അങ്ങ് തുടയ്ക്കത്തുള്ളൂ. അത് ബ്രഷിൻ്റെ ലൈഫ് ഔട്ട് തന്നെ. പക്ഷേ ഇങ്ങനെ ബ്രഷ് വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടർപ്പൻറ്റൈൻ വെച്ച് തന്നെ ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ബ്രഷിൻ്റെ പേര് ഹോഗ് ബ്രിസ്റ്റിൽസ് എന്നാണേ. അപ്പം അതിൻ്റെ ഒരു പ്രധാന യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെയിൻറ്റ് ക്യാൻവാസിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യിക്കാനായിട്ട് ഏറ്റവും ഉപകാരമുള്ള ബ്രഷാണ് കേട്ടോ. അപ്പം മറ്റേ സാധാരണ റൗണ്ടിലുള്ള ബ്രഷ് വെച്ചൊന്നും ഒത്തിരി സമയമെടുത്ത് നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ ലിൻസീഡ് ഓയിൽ ചേർത്തൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. ഇതാകുമ്പോൾ കൂടുതൽ പെയിൻറ്റ് ഹോൾഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു നാച്ചുറൽ ബ്രഷാണ്, സിന്തറ്റിക് അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ആനിമൽ ഫൈബേഴ്സാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്, ബ്രഷിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോസ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ സ്പീഡിലല്ല കേട്ടോ. കുറച്ചൊരു സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബോറിംഗ് ആയിട്ട് എല്ലാവർക്കും തോന്നിയേക്കാം. അതുകൊണ്ടാണ് ശകലമൊന്ന് സ്പീഡ് കൂട്ടിയത്. പക്ഷെ ഞാനിതൊന്നും ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അത് നമ്മളവിടെ ചെയ്യുന്ന പ്രോസസ്സ് അതുപോലെ തന്നെ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഗ്രീൻ കളർ മിക്സ് ചെയ്ത് നമ്മൾ ആ ഫോട്ടോയിൽ അത് നോക്കണം. അതിനകത്ത് എവിടെയാണ് ഡാർക്ക് കളർ ലൈറ്റൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് കളറുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഒരു ഡാർക്ക് ഗ്രീൻ മിക്സ് ചെയ്തെടുത്തത് അപ്ലൈ ചെയ്യുക. ആ കളറ് നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത കളറുമായിട്ട് മാച്ചിങ് ആണോയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് ജസ്റ്റ് ഒരു പിക്ചറിൻ്റെ അടുത്ത് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. കളർ വ്യത്യാസമാണെങ്കിൽ വ്യത്യാസമായിട്ട് കാണിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഗ്രീനോ അല്ലെങ്കിൽ ബ്രൗണോ ചേർത്ത് കറക്റ്റ് കളറാക്കുക. വളരെ പൊടിക്ക് ബ്ലാക്ക് അങ്ങനെ അധികം യൂസ് ചെയ്തില്ല. വളരെ ഡാർക്കായിട്ടുള്ള കളറിൽ ബ്ലാക്ക് യൂസ് ചെയ്യത്തുള്ളൂ. ഇതിലിപ്പോൾ ചെറിയതായിട്ടൊന്ന് വളരെ പൊടിക്കൊന്ന് ബ്ലാക്ക് വളരെ കുറച്ച് മതി. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് വൈറ്റ് കളറാണ് കേട്ടോ. വൈറ്റ് കളറാണ് നമുക്കിവിടെ ഓയിൽ പെയിൻറ്റിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴാ ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്ചർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ചെറിയ ടെക്സ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. ആ ടെക്സ്ചർ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഡാർക്കായിട്ട് ആ ഒരു നമ്മൾ മിക്സ് ചെയ്ത കളറുണ്ടല്ലോ, ഡാർക്ക് കളർ, ആ ഗ്രീനിൻ്റെ ഒരു ടോൺ, അതങ്ങ് ഒന്ന് ഡ്രൈ ആയിട്ടങ്ങ് അപ്ലൈ ചെയ്ത് വെക്കുക. പിന്നെ ഈ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഔട്ട്ലൈൻ്റെ ഒക്കെ കയറി പോകാതെ സൂക്ഷിക്കണം. നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ഹാർഡ് ബ്രഷിലുള്ള ബ്രഷൊക്കെയാണ്. അപ്പോൾ അത് അകത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കയറാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ ഞാനൊരു ലൈനിട്ട പോലെ നിർത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഈ നേരത്തെ പറഞ്ഞൊരു പ്ലാസ്റ്ററിൻ്റെ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് പേപ്പറിൽ ഒട്ടിപ്പിടിക്കും. പക്ഷേ പറിച്ചു കഴിഞ്ഞാൽ പേപ്പറിൻ്റെ കളറൊന്നും കൊണ്ടുവരിക, നല്ല ക്ലീനായിട്ട്
വിട്ടുപോരുന്നൊരു പേപ്പറാണ് ആ ഒരു പേപ്പർ പ്ലാസ്റ്റർ പറഞ്ഞ സംഭവം. അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിന് മുകളിൽ കൂടെ ഇങ്ങനെ പെയിൻറ്റിങ് അടിച്ചിട്ട് പറിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല എഡ്ജ് അവിടെ കിട്ടും. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നേരെ ഒരു പെയിൻറ്റ് ചെയ്തങ്ങ് നിർത്തുന്നുള്ളൂ. ഇവിടെ നമ്മുടെ ക്യാമറ കുറച്ചൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, സൂം ഔട്ടും ഒക്കെ ആയി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വൈറ്റ് കളറ് കുറച്ച് മിക്സ് ചെയ്യും. വൈറ്റ് നമുക്ക് ചേർക്കുമ്പോൾ ആ ഡാർക്ക് കളറിനകത്ത് ഒരു ബ്ലാക്കില്ല നേരത്തെ ചേർത്തിരിക്കുന്നത്, അപ്പോൾ ഒരു ഗ്രേ കളറിൻ്റെ ഒരു ഇത് വരും, എഫക്റ്റ് വരും. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വൈറ്റ് ചേർത്തിരിക്കുന്നത്. അപ്പം ആ വൈറ്റും കൂടി ചേർത്ത് പിന്നെ ഒരു കുറച്ച് ബ്രൗൺ കൂടി ചേർത്ത് നമുക്കവിടെ നേരത്തെ ഒരു ടെക്സ്ചറിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിനും ഒരു ടെക്സ്ചർ നമുക്കവിടെ രണ്ട് കളർ ടോണും കൂടി ചേർത്ത് മിക്സ് ചെയ്യാൻ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു ബ്രഷ് യൂസ് ചെയ്തല്ലോ, അതിങ്ങനെ ജസ്റ്റ് ഒരു സ്പെഷ്യൽ എഫക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയറൊക്കെ യൂസ് ചെയ്യും, പിന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണ് കേട്ടോ. അത് നല്ലൊരു ബ്രഷാണേ. നേരത്തെ കണ്ടിരുന്ന ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ, അതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഫാൻ ബ്രഷ് എന്നാണ്, FAN, ഫാൻ ബ്രഷ് ആണ് അതിൻ്റെ പേര്. അതിങ്ങനെ ഗ്രാസ്, ഹെയർ, ഫറിനൊക്കെ പറ്റിയ ബ്രഷാണത്. പിന്നെ നമ്മുടെ ബ്രഷ് സ്ട്രോക്കൊക്കെ വരുമല്ലോ, അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ലാർജ് ഏരിയാസ് ഫില്ല് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. വളരെ ഉപകാരപ്രദമായ ബ്രഷാണ് കേട്ടോ. പിന്നെ ഈ റെഫറൻസ് മെനീൻ്റെ ഈ ഒരു സൈഡിൽ കുറച്ച് ലൈറ്റ് കളർ ഉണ്ട്, അതാണ് ഞാനവിടെ വൈറ്റ് കളർ ഡാർക്കിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട്. പിന്നെ അപ്പോൾ നമുക്ക് വളരെ സാധാരണ അതങ്ങ് ബ്രഷ് ചെയ്ത് ഫില്ല് ചെയ്യണം. പിന്നെ മുകളിലത്തെ ആ ഒരു ടെക്സ്ചർ അവിടെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഡാർക്കായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന അതിനിടയ്ക്കൊക്കെ നമ്മൾ ആ വൈറ്റ് ചേർന്നിരിക്കുന്നിട്ട് പിന്നെ ആ ഫാൻ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഒരു ഫാൻ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ താഴേക്ക് വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്പ്രെഡിങ് അവിടെ ഉണ്ടാവും, ഒരു ലൈൻ, ഒരു നമ്മുടെ ഈ ഭിത്തിയിൽ കാണുന്ന പോലത്തെ താഴേക്കുള്ള ഒരു ലൈൻ പോലെ അവിടെ വീഴും. അപ്പോൾ അതാണ് അവിടെ കൊണ്ടുവരാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതുപോലെ തന്നെ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഡാർക്ക് കളർ കൊണ്ട് ചെറിയ സ്ട്രോക്കൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതൊന്ന് ലയിപ്പിച്ചൊക്കെ നമുക്കൊരു ഒരു ടെക്സ്ചർ നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങളിത് ചെയ്യുമ്പം ആ ഒരു ഫോട്ടോയായിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യണം കേട്ടോ. ആ കളറ് ലൈറ്റ് വേണ്ട കളർ സ്ഥലത്തൊക്കെ നമ്മൾ വൈറ്റ് കൊണ്ട് ലൈറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഡാർക്കായി പോയിട്ടുണ്ടെങ്കിൽ
അത് നമ്മൾ എന്തെങ്കിലും കളറൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അങ്ങ് തുടച്ച് കളഞ്ഞാൽ മതി, അങ്ങ് പോക്കോളും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതുമല്ല മുഴുവൻ റിമൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് തിന്നർ അത് കോട്ടൺ തുണി നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കളർ അങ്ങ് പോകും. പിന്നെ ഇപ്പം ആ ടെക്സ്ചർ പതുക്കെ പതുക്കെ വരുന്നത് കണ്ടില്ലേ, ആ ഒരു വൈറ്റ് വെച്ച് നമ്മൾ ആ ഡാർക്കിനകത്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബ്രഷ് സ്ട്രോക്ക് വെച്ച് നമുക്ക് ആ ഒരു എഫക്റ്റ് പതുക്കെ പതുക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ ഫോട്ടോയിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിനടുത്ത് ഏകദേശം അടുത്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അതേപോലെ തന്നെ വരയ്ക്കണമെങ്കിൽ ഓയിൽ പെയിൻറ്റിങ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഫോട്ടോ എടുത്താൽ പോരെ. ചെറിയ വ്യത്യാസത്തിലൊക്കെ നമുക്ക് വരയ്ക്കാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 3-ൻ്റെ ബ്രഷാണ്. അത് സാധാരണ റൗണ്ട് ബ്രഷാണ്. ഇതെല്ലാം ക്യാമലിൻ്റെ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ബ്രഷുകളാണ്. അപ്പം ഇതെല്ലാം സിന്തറ്റിക് ബ്രഷുകളാണ്. ചെറിയതായിട്ട് നമ്മൾ ആ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ടെക്സ്ചർ നമ്മൾ പതുക്കെ പതുക്കെ നമ്മളവിടെ ബിൽഡപ്പ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് വരച്ചിട്ട് പിന്നെ ചെറുതായിട്ട് ഒന്ന് ലയിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ നമുക്കിവിടെ പതുക്കെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിലും പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിലും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കൈ നല്ലപോലെ കഴുകി വൃത്തിയായിരിക്കണം. എന്ന് വെച്ചാൽ കയ്യിലുള്ള അഴുക്ക് വേഗം ക്യാൻവാസിലേക്കോ ഇതിലേക്കൊക്കെ പേപ്പറിലേക്കൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പം ഏത് മീഡിയം വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ക്ലീനും പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ കൈ നമ്മൾ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്തിരിക്കുന്നത്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തും എല്ലാം സാറ് നമ്മളോട് പറയുന്ന കാര്യമാണ്, കയ്യിൽ നിന്നുള്ള അഴുക്ക് ഇതിലേക്ക് പറ്റരുത്, ക്യാൻവാസിൻ്റെ ആ ഒരു ഇത് തന്നെ നഷ്ടപ്പെടും. പിന്നെ കഴിവതും കൈ ഇതിൽ ടച്ച് ചെയ്യാതിരിക്കുക. ഞാനിപ്പം കഴിവതും കണ്ടില്ലേ, അപ്പം ഇപ്പം നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിൻറ്റ് നേരെ നമ്മുടെ വിരലിലാകും. പിന്നെ ആ വിരൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഇത് പെയിൻറ്റ് പറ്റാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ കളറുമായിട്ടങ്ങ് മിക്സ് ചെയ്ത് ആകെ ഒരു ഭംഗിയായിട്ട് മാറും. പിന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നടക്കണം. ഇപ്പം നിങ്ങൾ പടത്തിൽ ശ്രദ്ധിച്ചോ, നമ്മളെ ടെക്സ്ചർ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചർ ഏകദേശമൊക്കെ അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയതായിട്ട് മൈന്യൂട്ട് ആയിട്ട് ആ ഫോട്ടോയിൽ നോക്കിയിട്ട് എന്താ ടെക്സ്ചർ അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇത് നമ്മൾ ടാബിൽ ഞാൻ പറഞ്ഞല്ലോ, ടാബിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ടെക്സ്ചറെല്ലാം നല്ലപോലെ കൂടുതൽ ബ്രൈറ്റ്നെസ് അവിടെ എടുത്ത് നിൽക്കും. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഫോട്ടോ പ്ലേസ് കഴിഞ്ഞപ്പോൾ ആ ടെക്സ്ചറൊന്നും എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അതെല്ലാം മങ്ങി ഒരു ബ്രൗണിഷ് ടോണിലങ്ങ് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ഇടത് സൈഡിൽ ചെയ്തിരുന്ന ഒരു ടോണിൽ കുറച്ചൊരു
അത് അതേ ഒരു ടെക്സ്ചർ തന്നെ, കുറച്ച് ലൈറ്റായിട്ട് ഈ സൈഡിലുണ്ട്. അതുപോലെ ചെറിയ ബ്രഷ് വെച്ച് വളരെ മൈന്യൂട്ടായിട്ട് വരച്ചിട്ട് പിന്നെ അത് നമുക്ക് ഫാനും ബ്രഷ് ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ചെറിയ ഡോട്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലൗഡി എഫക്റ്റൊക്കെയാണ് എനിക്കവിടെ ടാബ് വഴി കാണാൻ സാധിച്ചത് കേട്ടോ. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ വഴി നോക്കിയിട്ട് എനിക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തോ ലൈറ്റിൻ്റെയൊക്കെ വ്യത്യാസമാണെന്ന് തോന്നുന്നു. ടാബിനകത്ത് കോൺട്രാസ്റ്റ് കൂടുതലോ എന്തോ ഒരു സംഭവമുണ്ട്. അപ്പം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്ഷമ വേണം കേട്ടോ. ക്ഷമയോട് കൂടി നമ്മൾ നോക്കി നോക്കി ആ ഫോട്ടോയായിട്ട് മാച്ച് ചെയ്ത് അത് കറക്റ്റാക്കി ഡെപ്ത്തൊക്കെ കറക്റ്റാക്കി ലൈറ്റ് കൊടുക്കേണ്ടത് ലൈറ്റൊക്കെ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് ആദ്യം കറക്റ്റാക്കണം. ബാക്ക്ഗ്രൗണ്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അനുസരിച്ചിരിക്കും അതിൻ്റെ ഫേസ്, നമ്മൾ വരയ്ക്കുന്ന ഫിഗറിൻ്റെ ഫേസിൽ വീഴുന്ന ലൈറ്റ്. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഞാൻ ആദ്യമൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാതെ ചെയ്ത സമയത്തൊക്കെ ആ ഫിഗർ വരച്ച് കഴിഞ്ഞ് ഫിഗർ കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കഴിയുമ്പം ഒന്നുകിൽ ഫേസിൽ ലൈറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വളരെ ഡള്ളായിരിക്കും, വളരെ കുറവായിരിക്കും ലൈറ്റ്. അപ്പം ബാക്ക്ഗ്രൗണ്ട് വരച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം വലിയ കുഴപ്പമില്ലാതെ ലൈറ്റ് നമുക്ക് ഫേസ് അല്ലെങ്കിൽ മറ്റുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ആഭരണങ്ങൾ, പിന്നെ ഈ ഡ്രസ്സ്, അതിലെല്ലാം ലൈറ്റ് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും ഓയിൽ പെയിൻറ്റ് ചെയ്യുമ്പം ആദ്യം ഡാർക്ക് കളറിൽ നിന്ന് ഡാർക്ക് കളർ വെച്ചിട്ട് പിന്നെ മിഡ് ടോണ് വെച്ച് പിന്നെ ലൈറ്റ് കളർ വെച്ചാണ് അങ്ങനെ പല പല ലെയറുകളിലായിട്ട് ചെയ്തിട്ടാണ് ഓയിൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. ഒരൊറ്റയടിക്കൊന്നും അങ്ങ് വരച്ച് തീർക്കാൻ പറ്റുന്ന സംഭവമല്ല. അങ്ങനെ ചെയ്യുന്നവർ ഒറ്റയടിക്ക് ഒരു കളറിനകത്ത് വെച്ച് തീർക്കുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതും ഒത്തിരി വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമല്ല പല ടൈപ്പ്, ഈ ഒരു 2-3 ടൈപ്പ് ബ്രഷൊന്നുമല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, വളരെ കുറച്ച് 2-3 ടൈപ്പ് ബ്രഷാണ്. പക്ഷേ ശരിക്കും കുറേ ടൈപ്പ് ബ്രഷുകളുണ്ട്, പല രീതിയിലുള്ള ബ്രഷുകളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മളൊരു വേറെ സ്പെഷ്യൽ വീഡിയോയ്ക്ക് ഇത് പറഞ്ഞു തരുന്നതാണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് ഡെപ്ത് വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് ഇപ്പം ഏകദേശം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഹെയറിൻ്റെ ഭാഗത്തേക്ക് കിടക്കും. ഹെയറിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഡെപ്ത് കളറാണ്, ഡാർക്ക്. നമ്മുടെ റെഫറൻസ് ഫോട്ടോയിൽ നോക്കിയിട്ട് ഡെപ്തായിട്ട് വരുന്ന കളർ സ്ഥലങ്ങളിലൊക്കെ ഹെയറിൻ്റെ ഈ കളർ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളത് ഫില്ല് ചെയ്ത് വിടുക. ഇപ്പോൾ ഞാനീ ചെയ്യുന്ന പോലെ ബ്രഷ് ഓടാൻ വേണ്ടി മാത്രമുള്ള ലിൻസീഡ് ഓയിൽ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. വളരെ പൊടിയായിട്ട് ഒരു തുള്ളിയുടെ അടുത്തൊക്കെ ചേർക്കുന്നുള്ളൂ. പിന്നെ കൂടുതൽ വെൻ ടെമ്പറിന് കൂടുതൽ ഡെപ്ത് ഉണ്ടെങ്കിൽ ശകലം ബ്ലാക്ക്, വളരെ ചെറുതായിട്ട് ബ്ലാക്ക് മിക്സ് ചെയ്ത് അപ്പോൾ നല്ല ഡാർക്കായി മാറും അത്. എന്നിട്ട് അങ്ങനെ കൂടുതൽ ഡെപ്തുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഫില്ല് ചെയ്ത് വിടാം. ഇപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് 3 ആണ് മറ്റേ ബ്രഷ്. സാധാരണ നമ്മൾ വാട്ടർ കളറിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റൗണ്ട് ബ്രഷ്.
ഇതൊരു ഡാർക്ക് ബ്രൗണിഷ് കളറാണ്. ഇച്ചിരി ബ്രൗണിനകത്ത് കുറച്ച് ബ്ലാക്ക് ചേർന്ന ഒരു കളറായിട്ട് വരും ഇത്. ബ്രഷ് ഓടാൻ വേണ്ടി മാത്രമുള്ള ലിൻസീഡ് ഓയിൽ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. വളരെ പൊടിയായിട്ട് ഒരു തുള്ളിയുടെ അടുത്തൊക്കെ ചേർക്കുന്നുള്ളൂ. പിന്നെ കൂടുതൽ വെൻ ടെമ്പറിന് കൂടുതൽ ഡെപ്ത് ഉണ്ടെങ്കിൽ ശകലം ബ്ലാക്ക് വളരെ ചെറുതായിട്ട് ബ്ലാക്ക് മിക്സ് ചെയ്ത് അപ്പോൾ നല്ല ഡാർക്കായി മാറും അത്. എന്നിട്ട് അങ്ങനെ കൂടുതൽ ഡെപ്തുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഫില്ല് ചെയ്ത് വിടാം. അപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് 3 ആണ് മറ്റേ ബ്രഷ്. സാധാരണ നമ്മൾ വാട്ടർ കളറിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കഴിവതും ഞാൻ ഈ ഫോട്ടോ ഇതിൽ അറ്റാച്ച് ചെയ്യാം ലിങ്കിൽ, ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം കേട്ടോ, ഈ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അരമണിക്കൂറിലധികമായിട്ട് ഒന്നാമത്തെ പാർട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണേ. അപ്പം രണ്ടാമത്തെ പാർട്ടിനായിട്ട് കാത്തിരിക്കുക, ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, പിന്നെ ഈ റെഫറൻസ് ഫോട്ടോ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ വേണമെങ്കിൽ പെയിൻറ്റ്, ബ്രഷ്, ഈ സംഗതികളൊക്കെ പർച്ചേസ് ചെയ്യാം. ഈ ഫോട്ടോ, റെഫറൻസ് ഫോട്ടോ ഗൂഗിൾ ഡ്രൈവ് വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചിത്രരചന, പെയിൻറ്റിങ് ഒക്കെ പഠിക്കാനായിട്ട് സാധിക്കാതെ പോയൊരു അധികം താല്പര്യമുള്ളവരും അത് പഠിച്ചു തുടങ്ങുന്നതായിട്ടുള്ള ഒത്തിരി പേര് കാണുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു സഹായമായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.